വളരെ കാലമായി ബി ജെ പി പോലെയുള്ള ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത് ദേവസ്വം ബോർഡ് വലിയ തോതിൽ ക്ഷേത്രങ്ങളെ ചൂഷണം ചെയ്യുന്നു, ക്ഷേത്രങ്ങളുടെ കൊള്ളയടിക്കുന്നു, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സമ്പത്ത് എടുക്കുന്നു. എന്നാൽ മറ്റ് മതന്യൂനപക്ഷ മതങ്ങളുടെ സ്ഥാപനങ്ങൾ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏറ്റെടുക്കുന്നില്ല. ഇത് രണ്ടും തമ്മിൽ നിയമപരമായി തന്നെ വ്യത്യാസമുണ്ട്. ഒരു പള്ളിയൊന്നും നിങ്ങൾക്ക് അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം അത് ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26, 27 എന്നൊക്കെ പറയുന്നതിൻ്റെ മതന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിട്ടുള്ള അവകാശങ്ങളാണത്. കേരളത്തിൽ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്തത് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളായിട്ടല്ല. ഈ ഭൂപരിഷ്കരണം നടപ്പായി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങളൊക്കെ ജന്മിക്ഷേത്രങ്ങളായിരുന്നു. അവർക്ക് പാട്ടഭൂമി ഉണ്ടായിരുന്നു. പാട്ടഭൂമി ഇല്ലാതെ ഈ ക്ഷേത്രങ്ങൾ പലതും വലിയ ദാരിദ്ര്യത്തിലായി. ഇന്ന് കാണുന്ന പോലെയല്ല. ഇന്നുള്ള ഇതല്ല പല ക്ഷേത്രങ്ങളും. ഇപ്പോൾ ഒരുപക്ഷെ ഗുരുവായൂരോ അല്ലെങ്കിൽ ശബരിമലയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് ചോറ്റാനിക്കര പോലുള്ള കുറച്ച് ക്ഷേത്രങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ദരിദ്ര ക്ഷേത്രങ്ങളാണ്. ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും നട തുറക്ക് മാത്രമുള്ള ക്ഷേത്രങ്ങളുണ്ട്. നേദ്യം മാത്രം കഴിക്കുക, ഒരു വിളക്ക് വയ്ക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അതിലും പ്രധാനമായും ദേവസ്വം ബോർഡുകളുടെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഊരാൺമ, അങ്ങനെ പിന്നെ ഉടമസ്ഥന്മാരുള്ള ഊരാഴ്മക്കാർ എന്ന് പറയുന്ന ഉടമസ്ഥന്മാരുള്ള അവരുടെ ഒരു ചെറിയ ബോർഡുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് ക്ഷേത്രങ്ങൾ. അതിന് കാരണം അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾ പലതും മുടങ്ങി പോകുമായിരുന്നു പൂജ. ഇന്നിപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും ആ ദേവസ്വം ബോർഡിൻ്റെ ശമ്പളം കിട്ടുന്ന ശാന്തിക്കാരാണെന്നുള്ളത് കൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. നാളെ അവർക്ക് ഒരു പെൻഷൻ കിട്ടും, നാളെ അവർക്ക് പോകാൻ കഴിയും. ഇന്നിപ്പോൾ വരുമാനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സമീപകാലത്തായി ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുക, ക്ഷേത്ര സംരക്ഷണ സമിതി, അത് BJP എനിക്ക് തോന്നുന്നു RSSൻ്റെ ബോധപൂർവമായിട്ട് ഇടപെടലാണ് ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങിയ സംഗതികളൊക്കെ. കുറേ ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, കുറേ പുതിയ ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ മാത്രമല്ല ദേവസ്വം ബോർഡ് കിട്ടുന്ന പൈസ അത് അഴിമതിയും സ്വർണ്ണക്കൊള്ളയൊക്കെ അവിടെ നിൽക്കട്ടെ. ദേവസ്വം ബോർഡിന് ലീഗലായി കിട്ടുന്ന പൈസ, ശബരിമലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് അമ്പലങ്ങളിൽ നിന്നോ കിട്ടുന്ന പൈസ അത് ദേവസ്വം അതിന് തന്നെയാണ് ഉപയോഗിക്കുക. മാത്രമല്ല സർക്കാർ ഫണ്ട് ചെയ്യാറുണ്ട് ദേവസ്വം ബോർഡിന്, അങ്ങോട്ട് കൊടുക്കാറുണ്ട്. സർക്കാർ ഫണ്ട് കൊടുക്കാറുണ്ട് ദേവസ്വം ബോർഡിന്. കാരണം എന്താ വെച്ചാൽ മറ്റ് ക്ഷേത്രങ്ങളെ നിലനിർത്തണം. ഈ വരുമാനം കൊണ്ട് മാത്രം നിലനിർത്താൻ കഴിയില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഈ താല്പര്യമുള്ളവർ ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ ആളുണ്ടാവും. പക്ഷേ ശബരിമല ക്ഷേത്രം ഏറ്റെടുത്താൽ വേറെ 50 100 ചെറുകിട ക്ഷേത്രങ്ങൾ ഇല്ലാതാവും. അതവരെടുക്കുമോ? അതെടുക്കൂലല്ലോ. അപ്പോൾ പ്രശ്നം അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നടപടിക്രമങ്ങളിൽ സങ്കീർണതയുണ്ട്. പക്ഷേ ഈ വാദം ഉയർത്തി കഴിഞ്ഞാൽ വേറെ തരത്തിലുള്ള പോളറൈസേഷന് സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.